അമേരിക്കയ്ക്കുള്ള അറബ് രാജ്യങ്ങളുടെ പിന്തുണ അപകടം ചെയ്യുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. അറബ് രാജ്യങ്ങൾ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അമേരിക്കയെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെയാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക പിന്തുണ അവർക്ക് പ്രഖ്യാപിക്കുകയും അവരുടെ സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് സഹായം നൽകുകയും അതോടൊപ്പം തന്നെ അവരിൽ നിന്ന് അവർ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നത് ഒരിക്കലും ഉചിതമല്ലെന്നും അത്തരം അവരിൽ നിന്ന് വാങ്ങുന്ന ആയുധത്തിൽ പോലും അപകടം ഒളിഞ്ഞിരിക്കുന്നു എന്ന കാര്യം അറബ് ലോകം മറന്നു പോകരുത് എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് നൽകിയത്. അതിന് 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ അതിന്റെ തുടർച്ചയായ രീതിയിൽ അവർ പറയുന്നത്. അത് ലെബനാനിൽ നടന്നിരിക്കുന്ന പേജർ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അവർ പറയുന്നു, പേജർ നിർമ്മിക്കപ്പെട്ടത് അമേരിക്കയിലാണ്, വിതരണം ചെയ്തത് ഇസ്രായേലാണ്, ഇസ്രായേലിന്റെ നിർമ്മിതമാണ് എന്നും പറയുന്നു. അത് സാധാരണക്കാർ ഉപയോഗിക്കപ്പെടുന്ന മൊബൈൽ പോലെയുള്ള ആ സംവിധാനത്തിൽ അവർ വലിയ രീതിയിലുള്ള സ്ഫോടക വസ്തുക്കൾ നിറക്കുകയും അവരുടെ ആവശ്യത്തിനനുസരിച്ച് അത് പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു. 35-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു രാജ്യം ഉപയോഗത്തിന് വേണ്ടി വിൽപ്പന നടത്തിയ വസ്തുവിൽ പോലും അവരറിയാത്ത രീതിയിൽ ആയുധങ്ങൾ നിറച്ച് സ്ഫോടനമുണ്ടാക്കിയ ദുരന്തം നമ്മുടെ മുഖത്തുണ്ടായിരിക്കെ പിന്നെ എന്തിനാണ് അമേരിക്കയുമായി ദശകോടികളുടെ ആയുധ കരാറിൽ ഏർപ്പെട്ടത് എന്നാണ് ഇറാൻ ചോദിച്ചത്. ഈ വിഷയം വലിയ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണെന്നുള്ളതും ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ പ്രസിഡന്റ് എത്തുന്നത് എന്നുള്ള പ്രചാരണമൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊക്കെ അസ്ഥാനത്താക്കിയിട്ട് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഡീലിംഗ് ആണ് നടന്നിരിക്കുന്നത്. ആ ഡീലിംഗ് 2 തരത്തിൽ അത് വ്യാഖ്യാനിക്കാൻ പറ്റും. ഒന്ന്, രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ കൈവശത്തിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുക. രണ്ടാമത്തത്, അമേരിക്കയുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി അവരുടെ ബാങ്കിൽ അറബികളുടെ പണം നിക്ഷേപിക്കുക. രണ്ടും ഗുരുതരമായിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടത് സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലുമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശനം നടത്തിയത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചുപോയെന്നാണ് പറയുന്നത്. ഈ 3 രാജ്യങ്ങളും യഥാർത്ഥത്തിൽ വലിയ ഭീമൻ സംഖ്യ അമേരിക്കയുടെ പ്രസിഡന്റുമായിട്ട് കരാറുണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഗുരുതരമായിരിക്കുന്ന തെറ്റുമാണ്, വീഴ്ചയുമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന രഹസ്യം അമേരിക്കയ്ക്ക് അറിയാവുന്ന തരത്തിലേക്ക് പോകുമ്പോൾ ഏത് തരത്തിലും രാജ്യത്തെ ഭീഷണിപ്പെടുത്താനും വറുതിയിലാക്കാനും വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കും. പല ഘട്ടങ്ങളിലും പല രാജ്യങ്ങളിലും അമേരിക്ക അത് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ. ഇതൊന്നും അറിയാത്ത രീതിയിലുള്ള ഈ പ്രവർത്തന രീതികളൊന്നും ഉചിതമല്ല. കണ്ണും പൂട്ടി അമേരിക്ക വിശ്വസിക്കുന്ന പ്രവൃത്തി എന്ന് പറയുമ്പോൾ കണ്ണും പൂട്ടി ഇസ്രായേലിനെ വിശ്വസിക്കുന്നതിന് തുല്യമാണ്. അവർ നമുക്ക് ആശ്വാസപരമായിരിക്കുന്ന ഒന്നും നൽകിയിട്ടില്ല. നാശവും പ്രശ്നങ്ങളും വിഷയങ്ങളും മാത്രമാണ് നമുക്കുണ്ടാക്കിയത്. അതിൻ്റെ ദുരന്തം ഇപ്പോഴും ഫലസ്തീൻ അനുഭവിക്കുന്നു. 1948 സ്വാതന്ത്ര്യത്തിന് ശേഷം 75 വർഷം പിന്നിട്ടിട്ടും അവിടെ മരണങ്ങളില്ലാത്ത, ദുരന്തങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത, കണ്ണീരും കഷ്ടപ്പാടുമില്ലാത്ത ഒരു ദിനരാത്രം പോലും ഫലസ്തീനിൽ കഴിഞ്ഞു പോയിട്ടില്ലെന്ന് കൃത്യമായി അറിയുന്ന രാജ്യമാണ് അറബ് രാജ്യങ്ങൾ. എന്നിട്ടും അവർക്ക് പിന്തുണ നൽകുകയും അവരെ സഹായിക്കുകയും അവർക്ക് ആവശ്യപരമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പാലസ്തീന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ എന്താണ് തയ്യാറാവാത്തത് എന്ന് ഇറാൻ ചോദിക്കുന്നു. ആ കാര്യത്തെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? അവർക്ക് ആയുധപരമായിരിക്കുന്ന, സൈനികപരമായിരിക്കുന്ന വലിയ സഹായം നൽകുമ്പോൾ അതിനെ നിർത്തൽ ചെയ്യുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അതിന് തീർച്ചയായിട്ടും അറബ് ലോകത്തിന് സാധിക്കും. സാമ്പത്തികപരമായ രീതിയിൽ അവരെ ബഹിഷ്കരിക്കാൻ സാധിക്കുകയും ലോക ബാങ്കിൽ പണം നിക്ഷേപിക്കുന്നത് വിഡ്രോ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ അമേരിക്ക വീണു പോകും എന്ന് ഉറപ്പാണ്. ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ പ്രയാസങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നത്. അവർക്ക് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ സാധിക്കില്ലെന്ന് ഉറപ്പായതിന്റെ അടിസ്ഥാനത്തിലാണ് യമനുമായിട്ട് അവർ കരാർ പത്രം, യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമുള്ള രാഷ്ട്രവും സംവിധാനവുമാണ് നമ്മൾക്കുള്ളത് എന്ന് കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് ബോധ്യപ്പെട്ട ഇതേ സമയത്ത് തന്നെ അറബ് രാജ്യങ്ങൾ കരാറുണ്ടാക്കിക്കൊണ്ട് അവർക്ക് പിന്തുണ നൽകുന്ന പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇങ്ങനെ പോകുന്ന അതിന്റെ വിഷയകാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്ന ഈ ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതിന്റെ കൂടെ തന്നെ പരാമർശിക്കുന്നുണ്ട്. 1,00,000-ലധികം ആളുകളെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. 35,000-ലധികം സ്ത്രീകളും കുട്ടികളാണ്.
വംശീയ ഉന്മൂലനം നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് ഗസയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് കാണുന്നവനെ നാളെ മരണപ്പെട്ട രീതിയിൽ കാണുന്ന സങ്കടകരമായിരിക്കുന്ന ഒരവസ്ഥ. ലോകത്ത് പല യുദ്ധങ്ങളും പല രാജ്യം പിടിച്ചെടുക്കലും കീഴടക്കലും ഒക്കെ നടന്നിട്ടും എവിടെ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടി കൂട്ടു നിൽക്കുന്ന രാജ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അവരുമായിട്ട് യുദ്ധം ചെയ്തതിന് തുല്യമാണ്. അതായത് ഗസയുമായിട്ട് അല്ലെ ഫലസ്തീനുമായിട്ട് യുദ്ധം ചെയ്തതിന് തുല്യമാണ് എന്ന് ഇറാൻ പറയുന്നു. ലോകമേറെ പ്രതീക്ഷയോടുകൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വരവ് കണ്ടിരുന്നത് എങ്കിൽ പോലും ഇറാൻ തങ്ങളുടേതായിരിക്കുന്ന നിലപാട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യം അവർ പറയുന്നത് ഒരിക്കലും അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഫലസ്തീന്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കുക പോലുമില്ല. അങ്ങനത്തെ ഒരു നയങ്ങളോ നിലപാടോ ഇതിനു മുൻപും ആർക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവിടെ യുദ്ധം നിലനിർത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ അവർ ഉപയോഗിക്കുന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ ഇപ്പോൾ പലസ്തീനിൽ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്, ഇനി തൊട്ടടുത്ത ദിവസം അറബ് രാജ്യത്തിലേക്ക് വരും എന്ന് ഒരു പക്ഷേ പറയാനുള്ള സാധ്യതയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഒരുക്കൂട്ടിരിക്കുന്നത്. അതിൽ വീണുപോയിരിക്കുന്നു. ആ കെണിയിലാണ് യഥാർത്ഥത്തിൽ പെട്ടുപോയിരിക്കുന്നത് എന്ന തരത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഓരോ തുടർച്ചയായിരിക്കുന്ന ഭാഗങ്ങൾ പറയുന്നു. നോക്കൂ, നിങ്ങൾ സാമ്പത്തികപരമായിരിക്കുന്ന ഉപരോധം ഏർപ്പെടുത്തുക എന്ന് പറയുന്ന സമയത്ത് എണ്ണ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമേരിക്കയിലെ ഡോളറിൽ വിനിമയം ചെയ്യുന്നതടക്കമുള്ള സംവിധാനത്തെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ അവർക്ക് സാമ്പത്തിക തകർച്ചയുണ്ടാവും. അറബ് രാജ്യങ്ങൾ എല്ലാ കാലത്തും അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിന്തുണ നൽകുമെന്നൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളെല്ലാം. ഇതിനെ ന്യായീകരിക്കാനൊന്നും സാധിക്കുകയില്ല. അപ്പോൾ ആയതിനാൽ നിലപാടിന് മാറ്റം വരുത്തണമെന്നും കരാർ വ്യവസ്ഥ റദ്ദ് ചെയ്യണമെന്നുമാണ് ഇറാൻ പറയുന്നത്. ഏത് തരത്തിൽ കരാർ ഉണ്ടാക്കിയാലും തുടർന്ന് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണെങ്കിൽ ഉറപ്പായിട്ട് റദ്ദ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിപ്പോൾ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ അത് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഉചിത കരാർ വ്യവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം തുടരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ റദ്ദാക്കുന്നത് എത്ര നമ്മൾ കണ്ടതാണ്. എന്തുകൊണ്ട് നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല? അപ്പോൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി എന്നതുകൊണ്ട് അത് തുടരണം എന്നുള്ള കാര്യമൊന്നുമില്ല. അബ്രഹാം കരാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഇത് ഒരുപാട് അറബ് രാജ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതാണ്. സൗദി അറേബ്യ ഉണ്ട്, ഖത്തറുണ്ട്, ബഹ്റൈൻ ഉണ്ട്, UAE ഉണ്ട്, സുഡാനുണ്ട്, ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ അംഗീകരിക്കപ്പെട്ട അബ്രഹാം കരാർ. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്താണ് പരാമർശമുണ്ടായത്? പാലസ്തീൻ സ്വാതന്ത്ര്യമാകാതെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നൽകാതെ ഒരിക്കലും ഈ കരാർ വ്യവസ്ഥ അംഗീകരിക്കില്ലെന്ന് സൗദി അറേബ്യ പറഞ്ഞു, UAE പറഞ്ഞു, ബഹ്റൈൻ പറഞ്ഞു, രാജ്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ കരാർ വ്യവസ്ഥ ഉണ്ട് എന്നതുകൊണ്ട് അത് നിർബന്ധമായിട്ട് പാലിക്കണം എന്നൊന്നുമില്ല. അതിന് നമ്മൾക്കുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന അവസ്ഥയും സാഹചര്യങ്ങളും കൃത്യമായി വിലയിരുത്തിയിട്ട് അതിന് ആനുപാതികപരമായിട്ടാണ് അതിന് തുടരണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്, ഒരിക്കലും അമേരിക്കയ്ക്ക് നമ്മൾക്ക് തലവെച്ച് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ തലവെച്ച് കൊടുത്ത ഒരു രാജ്യത്തിനും അതിജീവിക്കാൻ വേണ്ടി സാധിക്കില്ല. നമ്മളിപ്പോൾ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതിൽ പരാമർശമുണ്ട്. അതിൽ പറയുന്ന കാര്യം, ഇറാഖിന്റെ സഖ്യകക്ഷിയായിരുന്നു അമേരിക്ക. കുവൈറ്റ് പിടിച്ചെടുക്കുന്ന ആ കാലഘട്ടത്തിൽ ഇറാഖുമായിട്ട് സഹകരിച്ച അല്ലെങ്കിൽ നയതന്ത്ര ബന്ധമുള്ള രാജ്യമായിരുന്നു അമേരിക്ക. അമേരിക്കയുടെ അന്നത്തെ വിദേശകാര്യമന്ത്രി റൊണാൾഡ് റംസ്ഫീൽഡ് ഈ യുദ്ധം നടക്കുന്നതിന് 3 മാസം മുമ്പാണ് ഇറാഖിന്റെ പ്രസിഡന്റ് സദ്ദാം ഹുസൈനെ സന്ദർശിച്ചത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും തുടർന്ന് അവർ രണ്ട് രാജ്യങ്ങളും പുലർത്തേണ്ട നയതന്ത്ര ബന്ധത്തെക്കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്തതാണ്. എന്നാൽ കുവൈറ്റ് പിടിച്ചടക്കിയതോടുകൂടി അമേരിക്ക അവരുടേതായിരിക്കുന്ന സ്വഭാവം എടുത്തു. കുവൈറ്റ് അമേരിക്കയോട് അഭയം തേടിയപ്പോൾ അല്ലെങ്കിൽ സഹായം തേടിയ സമയത്ത് യഥാർത്ഥത്തിൽ മധ്യസ്ഥ റോളിൽ നിന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കേണ്ട രാജ്യമായിരുന്നു അമേരിക്ക. കാരണം കുവൈറ്റും സഖ്യകക്ഷിയാണ്, അമേരിക്കയും സഖ്യകക്ഷിയാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കേണ്ട അമേരിക്ക ചെയ്ത കാര്യം ഇറാഖുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അവിടെ അമേരിക്കയുടെ തന്ത്രം എന്താണ്? അറബ് രാജ്യങ്ങളെ മുഴുവനും വെറുതിയിൽ ആക്കാൻ വേണ്ടിയും സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ആ മേഖലയിൽ ഏറ്റവും വലിയ സൈനിക ബലമുള്ള രാജ്യത്തെയോ അല്ലെങ്കിൽ ഭരണാധികാരിയോ ഇല്ലാതാക്കാനുമുള്ള അവസരം സാഹചര്യത്തിനനുസരിച്ച് അവർ ഉപയോഗിച്ചു. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഈ കാര്യം എന്തുകൊണ്ട് അറബ് രാജ്യങ്ങൾ മനസ്സിലാക്കുന്നില്ല? അവരുടെ സഖ്യകക്ഷി ആയതുകൊണ്ട് അവരുടെ നയങ്ങളും നിലപാടുകളൊക്കെ നമ്മൾ അംഗീകരിക്കുക എന്നല്ലാതെ നമ്മളുടെ നയങ്ങളും നിലപാടും അമേരിക്ക അംഗീകരിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല. യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഗൾഫ് യുദ്ധം ആരംഭിച്ചതോടുകൂടി യുദ്ധം ഉണ്ടാവാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അറബ് രാജ്യങ്ങൾ. പക്ഷേ അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന ജൂനിയർ ജോർജ് ബുഷ് ഒരു തരത്തിലും അത് അംഗീകരിക്കപ്പെട്ടില്ല. യുദ്ധമല്ലാതെ മറ്റ് പോംവഴി ഇല്ല എന്ന നിലപാടാണ്.
അപ്പോൾ അറബ് രാജ്യങ്ങളെയോ മുസ്ലിം രാജ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നയനിലപാടുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ് എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ അവരുമായിട്ട് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തോടനുബന്ധിച്ച് അവരെ പരാജയപ്പെടുത്തുകയും ആധിപത്യം പിടിച്ചെടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് മറുപടി പറഞ്ഞത്. ആ രീതി തന്നെയാണ് കാര്യങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ സമാനമായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലസ്തീൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലും ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ന്യൂയോർക്കിൽ നിന്ന് സൗദിയിലേക്ക് വരുന്ന സമയത്ത് ലോക മാധ്യമങ്ങളും മീഡിയകളും രാഷ്ട്രതലവന്മാരും രാഷ്ട്രീയ നിരീക്ഷകരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുകയാണ് എന്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഖ്യാപനം എന്നുള്ളത്. അവർ പറഞ്ഞ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ വലിയ ഭീമമായിരിക്കുന്ന സാമ്പത്തിക മുതൽ മുടക്ക് ഞങ്ങളുടെ രാജ്യത്ത് നിക്ഷേപിക്കാൻ വേണ്ടി സൗദി അറേബ്യ തീരുമാനിച്ചിരിക്കുന്നു. ഭീമമായിരിക്കുന്ന സംഖ്യയുടെ ആയുധങ്ങൾ സൗദിക്ക് നൽകാൻ വേണ്ടി അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന 16ഓളം ആയുധ കമ്പനിയുമായിട്ട് കരാർ ചെയ്യുന്നു. ഈ തരത്തിലാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പോയത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിരിക്കുന്ന കാര്യം, അമേരിക്ക വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചതിക്കുമെന്നുള്ളതും നിങ്ങളുടെ രാജ്യം പോലും സുരക്ഷിതമല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യം മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് കരാർ റദ്ദ് ചെയ്യണമെന്നാണ് ഇറാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.